നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പന്തല്ലൂർ ജനതാ UP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വീട്ടിലൊരു ലൈബ്രറി പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിനായി മാറ്റിയിട്ട മൺകൂനയിലേക്ക് ബൈക്ക് ഇടിച്ചുകയറി യുവാവിന് പരിക്കേറ്റു. വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വിദേശ പൗരന് ദാരുണാന്ത്യം. ഇരിഞ്ഞാലക്കുട നടവരമ്പിൽ ഓട്ടോ ടാക്സി ഇടിച്ച് യുവതി മരിച്ചു. ജോലി വാഗ്ദാനം ചെയ്ത് പറപ്പൂക്കര സ്വദേശിയിൽ നിന്ന് പണം തട്ടിയ യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. പന്തല്ലൂർ ജനതാ UP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വീട്ടിൽ ഒരു ലൈബ്രറി പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അംഗം നന്ദിനി സതീശൻ സ്കൂളിൽ പുതിയതായി പ്രവേശനം നേടിയ കുട്ടികൾക്ക് പുസ്തകങ്ങൾ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് അജിമോൾ ഷാബു അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക NS അനില, SSG ചെയർപേഴ്സൺ മോഹനൻ വടക്കേടത്ത്, MPTA പ്രസിഡന്റ് അശ്വതി P, പന്തല്ലൂർ ഗ്രാമീണ വായനശാല സെക്രട്ടറി സുബ്രഹ്മണ്യൻ, MT ശിവരാമൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കലാ, കായിക, ശാസ്ത്ര, പ്രവൃത്തി പരിചയ മേളകളിൽ സമ്മാനാർഹരായ കുട്ടികൾക്കുള്ള പുസ്തക വിതരണവും കുട്ടികളുടെ വായനാക്കുറിപ്പുകളുടെ അവതരണവും കുട്ടികളുടെ ലൈബ്രറി പുസ്തകങ്ങളുടെ പ്രദർശനവും ഉണ്ടായി. അധ്യാപകർ, വിദ്യാർത്ഥികൾ, PTA അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായി. അതിന് ഈ ലൈബ്രറി തുടങ്ങുന്നതിന് എല്ലാ പുസ്തകങ്ങൾ തന്ന് സഹായിച്ച സ്കൂളിന് വേണ്ടി സമ്മാനിച്ച എല്ലാവരോടും എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതുമാത്രമല്ല ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കുട്ടികൾ വായിച്ചു വളരുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സംവിധാനങ്ങളൊക്കെ നടപ്പാക്കിയിട്ടുള്ളത്. കൂടുതലായി അമ്മമാരും കൂടി വായിച്ച് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു വഴി ഉണ്ടാകണം. ഞാൻ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം എനിക്ക് വായനയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു സമ്മാനം കിട്ടുന്നത്. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിനായി മാറ്റിയിട്ട മൺകൂനയിലേക്ക് ബൈക്ക് ഇടിച്ചുകയറി യുവാവിന് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ മണ്ണാർക്കാട് സ്വദേശി 32 വയസ്സുള്ള അസ്ലമിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ അസ്ലമിനെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു അപകടം. എറണാകുളത്തെ ലുലു മാളിലെ ജീവനക്കാരനായ അസ്ലം ജോലിക്ക് പോകുന്നതിനിടെയാണ് അപകടം. ഇരിഞ്ഞാലക്കുട നടവരമ്പിൽ ഓട്ടോ ടാക്സി ഇടിച്ച് യുവതി മരിച്ചു. നടവരമ്പ് സ്വദേശിയായ ചിറപറമ്പിൽ വീട്ടിൽ മനോജിൻ്റെ ഭാര്യ 39 വയസ്സുള്ള ലക്ഷ്മിയാണ് മരിച്ചത്. ഉടനെ ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട വണ്ടി സമീപത്തെ ബേക്കറിയിലേക്ക് ഇടിച്ചുകയറി. വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വിദേശ പൗരന് ദാരുണാന്ത്യം. വിനോദസഞ്ചാരത്തിനായി വാൽപ്പാറയിലെത്തിയ ജർമ്മൻ പൗരൻ 60 വയസ്സുള്ള മൈക്കിളാണ് മരിച്ചത്. വാൽപ്പാറയ്ക്ക് സമീപം ടൈഗർ വാലി വ്യൂ പോയിന്റിൽ വെച്ചാണ് ബൈക്കിൽ സഞ്ചരിച്ച മൈക്കിളിനെ ആന ആക്രമിച്ചത്. നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രിയോടെ മരിച്ചു. അതിരപ്പിള്ളിയിൽ കാട്ടാനയ്ക്ക് ചക്ക കൊടുത്ത വിനോദസഞ്ചാരികളായ 3 പേർ വനപാലകരുടെ പിടിയിലായി. പറവൂർ സ്വദേശികളായ അബൂബക്കർ യൂസുഫ്, ജിബീഷ്, ഷിഹാബ് KA എന്നിവരാണ് വനപാലകരുടെ പിടിയിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം. കാലടി പ്ലാന്റേഷൻ 17ാം ബ്ലോക്കിൽ ഇറങ്ങിയ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാനയ്ക്ക് ഇവർ ചക്ക എറിഞ്ഞു കൊടുക്കുകയായിരുന്നു.
ആനശല്യം രൂക്ഷമായ ഈ ഭാഗങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ നിലനിൽക്കെയാണ് വനത്തിലേക്ക് ഇറങ്ങി പുഴയിൽ നിൽക്കുകയായിരുന്ന ആനയ്ക്ക് ഇവരുടെ നേതൃത്വത്തിൽ ചക്ക എറിഞ്ഞു കൊടുത്തതാണ് വിവാദമായത്. നിരന്തരമായി കാട്ടാനകൾ വാഹനങ്ങൾ തടയുകയും ആളുകൾക്ക് നേരെ പാഞ്ഞടുക്കുകയും ചെയ്യുന്ന വഴിയിലാണ് യാത്രാ സംഘം ഇത്തരം സാഹസിക പ്രവർത്തനം നടത്തിയത്. ഈ മേഖലയിൽ വാഹനം നിർത്തുന്നതിനും വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കരുതെന്നും കർശന നിർദ്ദേശമുള്ളപ്പോൾ നടന്ന ഈ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. തുടർന്ന് വാഴച്ചാൽ DFO അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. തുടർന്ന് റേഞ്ച് ഓഫീസർ ജീഷ്മ ജനാർദ്ദനന്റെ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരെ വനത്തിൽ അതിക്രമിച്ചു കടന്നതിനും വന്യമൃഗങ്ങളെ പ്രകോപിപ്പിച്ചതിനും കേസെടുത്ത് പ്രതികളെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അന്വേഷണ സംഘത്തിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PV അജയകുമാർ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KB സാബു, PM നിഖിൽ, അഞ്ജു സോമൻ, ഫോറസ്റ്റ് ഡ്രൈവർ VS ലാലു, വാച്ചർമാരായ KP വർഗീസ്, വിൽസൺ പള്ളാശ്ശേരി എന്നിവരും ഉണ്ടായിരുന്നു. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ രഥസപ്തമിയോടനുബന്ധിച്ച് സൂര്യ നമസ്കാര യജ്ഞം നടത്തി. മാഘമാസത്തിലെ വെളുത്ത പക്ഷ സപ്തമിയാണ് രഥസപ്തമി എന്നറിയപ്പെടുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ PG ദിലീപ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമസമിതി പ്രസിഡന്റ് AK ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. മാനേജർ U പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും സൂര്യ നമസ്കാര യജ്ഞത്തിൽ പങ്കാളികളായി. സർക്കാർ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ജോലി വാഗ്ദാനം ചെയ്ത് പറപ്പൂക്കര സ്വദേശിയിൽ നിന്നും പണം തട്ടിയ യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം വെളിയങ്കോട് സ്വദേശി മംഗളരി വീട്ടിൽ 40 വയസ്സുള്ള പ്രവീൺ B മേനോനാണ് അറസ്റ്റിലായത്. ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് തിരുവനന്തപുരം ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിൽ സിസ്റ്റം അഡ്മിൻ ആയി ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. പറപ്പൂക്കര രാപ്പാൾ സ്വദേശി കോട്ടുവാല വീട്ടിൽ സുഭാഷാണ് തട്ടിപ്പിനിരയായത്. സുഭാഷിൻ്റെ മകൾക്ക് ജോലി വാഗ്ദാനം നൽകിയാണ് 1.5 ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്തത്. പറപ്പൂക്കര പള്ളത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഇയാൾ ലേബർ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥനാണെന്നാണ് പറഞ്ഞിരുന്നത്. എറണാകുളം ജില്ലയിൽ സർക്കാർ ജോലിയുള്ള വീട്ടുടമസ്ഥയെ തൃശ്ശൂരിലേക്ക് സ്ഥലം മാറ്റി തരാമെന്നും പറഞ്ഞ് പ്രതി കബളിപ്പിച്ചിരുന്നു. ഇയാളുടെ തട്ടിപ്പ് പുറത്തറിഞ്ഞതോടെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. സുഭാഷിൻ്റെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് പത്തനംതിട്ടയിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പുതുക്കാട് SHO V സജീഷ് കുമാർ, പോലീസ് ഉദ്യോഗസ്ഥരായ VD അജി, PS സുജിത് കുമാർ, A ജെറിൻ ജോസ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലായി സമാന രീതിയിലുള്ള 12ഓളം തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,905 രൂപ, പവന് 63,240 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പന്തല്ലൂർ ജനത UP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വീട്ടിലൊരു ലൈബ്രറി പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിനായി മാറ്റിയിട്ട മൺകൂനയിലേക്ക് ബൈക്ക് ഇടിച്ചുകയറി യുവാവിന് പരിക്കേറ്റു. വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വിദേശ പൗരന് ദാരുണാന്ത്യം.
ഇരിഞ്ഞാലക്കുട നടവരമ്പിൽ ഓട്ടോ ടാക്സി ഇടിച്ച് യുവതി മരിച്ചു. ജോലി വാഗ്ദാനം ചെയ്ത് പറപ്പൂക്കര സ്വദേശിയിൽ നിന്ന് പണം തട്ടിയ യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.